ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോവാണ്. ഇന്ന് April 5. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലം തികയുന്ന ദിവസമാണ് ഗൈസ്. അപ്പൻ്റെ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? എത്രാമത്തെയാ? 3 അല്ല 4. ഫോർത്ത് വെഡിങ് ആനിവേഴ്സറി. പിന്നെ ഞങ്ങൾ നേരെ പോയത് അടുത്തുള്ള ഒല്ലൂർ ക്ഷേത്രത്തിലേക്കാണ്. ഒല്ലൂരും വളയനാടും പോയിട്ട് നേരെ വീട്ടിൽ പോകണം. കാരണം വർത്തൂന് ഇന്ന് എല്ലാ കൊല്ലം April 5 ഈ കമ്പനി മീറ്റിംഗ് വെക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ആനിവേഴ്സറിക്ക് ഒന്നും പുറത്തുണ്ടാവില്ല ഗൈസ്. അപ്പോൾ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി. ഉച്ചയ്ക്കാണ് പുറത്ത് പോകുന്നത് കേട്ടോ. കോയമ്പത്തൂർ വെച്ചിട്ടാണ് മീറ്റിംഗ് ഉള്ളത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഈ ഒരു സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ. ഇത് നക്ഷത്ര ഡിസൈൻസ് ചെയ്ത ഡ്രസ്സാണ്. ഇതൊരു ഗോവയ്ക്ക് വിഷുവിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി ഞങ്ങൾ നേരെ വളയനാടേക്ക് പോയി. വളയനാട് പോയിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. അതിനുള്ള സമയമേ ഉള്ളൂ, ഞങ്ങൾക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചായിട്ട് റോട്ടിലേക്കൊന്നും വണ്ടി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കല്യാണ സീസണാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ രുക്മണീൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ ഒല്ലൂരിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞല്ലോ, നല്ല രസമാണ് അവിടുത്തെ ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വളയനാട് എത്തി. വളയനാടും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ വലിയ റഷില്ലാതെ തൊഴാനൊക്കെ പറ്റി. പക്ഷെ വെയിൽ ഒട്ടും കുറവല്ലായിരുന്നു ഗൈസ്, നല്ല വെയിലുണ്ടായിരുന്നു. രുക്മണിക്ക് വീട്ടിലെത്തിയാൽ ഫുൾ തുമ്മലായിരുന്നു. കുളിച്ചപാട് വെയിൽ കൊണ്ടതുകൊണ്ടായിരിക്കണം. പിന്നെ ഞങ്ങൾ കുട്ടിച്ചാത്തനെയും തൊഴുത് എന്നിട്ട് വളയനാട് താഴത്തന്നെയുള്ള ഹോട്ടലിൽ കയറിയിട്ട് ഞാനും രുക്കുവാനും റോസ്റ്റും വറുത്തും ചായ കുടിച്ച് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വരുന്നത് ചാറ്റാ.